നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ ഏറ്റുമാനൂർ സെന്ററിൽ ജൂലൈ മാസത്തെ റിവ്യൂ മീറ്റിംഗ് നടത്തി. പ്രസിഡന്റ് മാത്യു വലിയകുളത്തിലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വിഷൻ 2030 സ്റ്റേറ്റ് കോർഡിനേറ്റർ അംജിത് കുമാർ സെന്ററിന്റെ പ്രവർത്തനങ്ങളെപ്പറ്റിയും ഭാവി പരിപാടികളെപ്പറ്റിയും സംസാരിച്ചു. ഡോക്ടർ ആമിന കമാൽ, കോട്ടയം ജില്ലാ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ അനിൽ മോഹൻ, കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ അക്ഷയ, ഫിസിയോതെറാപ്പിസ്റ്റ് അനു ഗിരീഷ്, നഴ്സുമാരായ മിനിമോ, ബിന്ദു എന്നിവർ സന്നിഹിതരായിരുന്നു. സെന്ററിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനു വേണ്ടി ഓഗസ്റ്റ് 12 ലോക യുവജന ദിനം, ഓഗസ്റ്റ് 21 ലോക വയോജന ദിനം എന്നിവ ആചരിക്കാനും തീരുമാനിച്ചു. വലപ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടാമത്തെ ആരുഷ് ക്ലബ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ NSS കോർഡിനേറ്റർ സാവിത്രി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ മേഘ്ന അനിൽകുമാർ പാലിയേറ്റീവ് കെയറിനെ കുറിച്ചും ആൽഫിയെ കുറിച്ചും സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയറിനെ കുറിച്ചും വിശദീകരിച്ചു. വിദ്യാർത്ഥി പ്രതിനിധി അത്രിജ നന്ദി പറഞ്ഞു. SAPC അംഗത്വ ഫോം വിദ്യാർത്ഥികൾക്ക് നൽകി. 45 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ആൽഫ വെള്ളാങ്ങല്ലൂർ ലിങ്ക് സെന്ററിന്റെ 8ാം വാർഷികം വിവിധ പരിപാടികളോടെ നടത്തുവാൻ തീരുമാനിച്ചു. ഹരിതശ്രീ കാർഷിക കൂട്ടായ്മയുടെ മികച്ച കർഷകനെ തിരഞ്ഞെടുക്കാനും ഹരിതശ്രീ അവാർഡ് കൊടുക്കാനും തീരുമാനിച്ചു. കൂടാതെ ഓണത്തിന് സ്വന്തം കൃഷിത്തോട്ടത്തിൽ നിന്നും വിഷരഹിത പച്ചക്കറി ഉപയോഗിച്ചുള്ള സദ്യയൊരുക്കുകയെന്ന ലക്ഷ്യം വെച്ച് വിവിധ പച്ചക്കറി തൈകൾ അന്നേ ദിവസം വിതരണം ചെയ്യുമെന്ന് ഹരിതശ്രീ കോർഡിനേറ്റർ അസീറ അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.